ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയാൻ കഴിയാത്തതിന്റെ കാരണം നമ്മിലും ലോകം മുഴുവനിലും ഗ്രസിച്ചിരിക്കുന്ന പാപാവസ്ഥയാണ് എന്ന് നാം കണ്ടു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, പാപത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ രക്ഷിക്കുമെന്ന് പൗലോസ്ലീഹായുടെ വിലാപസ്വരം പുറത്തു വന്നതും നാം കേട്ടു. ആദി മാതാപിതാക്കളുടെ പാപം മൂലം ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപാവസ്ഥയിലേക്ക് ആണ്ടുപോയ മനുഷ്യന് സ്വയം രക്ഷപ്പെടാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ കഴിയാനാകാത്ത വിധത്തിലുള്ള ഒരു ദുരവസ്ഥ ഉണ്ടാവുകയാണ്. ഇവിടെയാണ് രക്ഷകനായിട്ട് യേശു കടന്നു വരുന്നത്. ഈ രക്ഷ അനുഭവിക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലൂക്ക 2:10-11 ഇങ്ങനെ പറയുന്നു: ഇതാ, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആദി മാതാപിതാക്കളിലൂടെ നമ്മിലേക്ക് പകരപ്പെട്ട പാപാവസ്ഥയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ സാധിക്കാതെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ലഭിച്ച വലിയ പുണ്യമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന തിരിച്ചറിവ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന് ലഭിച്ച ഈ സുവിശേഷം ഓരോ മനുഷ്യനും എന്ന് സ്വന്തമാക്കുന്നുവോ അന്ന് അവന് രക്ഷയുടെ സുദിനമായിരിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നവരാണ് ജോസഫും മറിയവും. ഈ കാലയളവിലാണ് കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയാകുന്നത്. ഇതൊന്നും അറിയാതെ ജോസഫ് നീതിമാനാകിയാൽ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം അധ്യായം 1:21 നമ്മുടെ പാപാവസ്ഥ എത്ര ഭയാനകമാണെങ്കിലും, തന്മൂലം നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും, ആ പാപഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ 3 ആണികളിൽ കുരിശിൽ നിഷ്കളങ്ക രക്തം ചിന്തി മരിച്ചവൻ യേശുക്രിസ്തു ഇന്നും എന്നും നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സദ്വാർത്ത നാം ഗ്രഹിക്കണം. പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ദൈവമൊരുക്കിയ പരിഹാര മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ നമുക്ക് പാപമോചനവും രക്ഷയും സ്വാതന്ത്ര്യവും നേടിത്തന്നു. യേശു പ്രദാനം ചെയ്യുന്ന രക്ഷ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ജാതി, മത, വർഗ, ഭാഷ, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അവിടുന്ന് ലോകം മുഴുവന്റെയും രക്ഷകനാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:2 തിരുവചനം ഇപ്രകാരം പറയുന്നത്: അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അതായത് സർവ്വ മതസ്ഥരുടെയും പാപ പരിഹാരം ചെയ്തവനാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവെ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന് ശിമയോനും പ്രവാചിക അന്നയും പ്രഖ്യാപിക്കുന്നത്. സകല ജനത്തിന്റെയും രക്ഷയ്ക്കുള്ള നാമം യേശു. താനാണ് മനുഷ്യകുലത്തെ രക്ഷിക്കാനായി വന്ന രക്ഷകൻ, പാപികളെ രക്ഷിക്കാനാണ് താൻ വന്നതെന്ന് അസന്നിഗ്ധമായി യേശു തന്നെ സിനഗോഗിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് നാം വായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു കാൽവരിയിൽ ചിന്തിയ തിരുരക്തം വഴി ദൈവത്തെയും മനുഷ്യനെയും പ്രപഞ്ചത്തെയും മനുഷ്യനുമായുള്ള ബന്ധങ്ങളിലും എല്ലാം വന്ന വിള്ളലുകൾ ഇല്ലാതാക്കി അനുരഞ്ജനം സാധ്യമാക്കി. യെശയ്യാ 53:5 ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അതെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് തന്റെ പീഡാസഹന, മരണ, ഉത്ഥാന, സ്വർഗാരോഹണങ്ങളിലൂടെ നമുക്ക് നേടിത്തന്ന രക്ഷ നാം മനസ്സിലാക്കേണ്ടതാണ്. ആകയാൽ അവൻ ജീവിക്കുന്ന രക്ഷകനാണ്. സാത്താന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ വിടുതലാണ് നമുക്ക് ഈശോ നേടിത്തന്നത്. ആ മരണത്തിലൂടെ പാപകടങ്ങളെല്ലാം മോചിക്കപ്പെട്ടു. തന്മൂലം നമുക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവനും സകല സ്വാതന്ത്ര്യവും നമുക്ക് തിരികെ തരികയാണ് അവിടുന്ന് ചെയ്തത്. പാപത്തിൽ ആണ്ട് മുങ്ങുന്ന മനുഷ്യനെ രക്ഷിക്കാനായി കുരിശിലേറി ഇത്രമാത്രം ത്യാഗം സഹിച്ച മറ്റൊരു ദൈവമുണ്ടോ? ലേവ്യരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ പാപപരിഹാരത്തെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പാപപരിഹാരത്തിനായി ഊനമറ്റ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടണമെന്ന്. ദൈവിക പദ്ധതി പ്രകാരം ഇവിടെ യേശുക്രിസ്തു ഊനമറ്റ കുഞ്ഞാടായി മാറ്റപ്പെടുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത യേശു ആ ത്യാഗം ഏറ്റെടുത്തത് മനുഷ്യകുലത്തിന്റെ മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതായത് ഇനി ജനിക്കേണ്ടിയിരിക്കുന്ന ശിശു അവസാനം ചെയ്യുന്ന തെറ്റിനു വരെയും പാപപരിഹാരം ചെയ്യുകയാണ് തന്റെ കുരിശുമരണത്തിലൂടെ യേശു ചെയ്തത്. ഹെബ്രായരുടെ ലേഖനം അധ്യായം 9:22 രക്തം ചിന്താതെ പാപമോചനമില്ല. മനുഷ്യൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ രക്തം ചിന്താതെ പാപമോചനമില്ല. അതിന്റെ മുന്നോടിയായിട്ടാണ് ഊനമറ്റ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന പഴയ നിയമ പശ്ചാത്തലം
ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഊനമറ്റ കുഞ്ഞാട് ആരാണ്? യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നതും തന്റെ ശിഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, യേശുവാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ രക്ഷയ്ക്കായി വരാനിരിക്കുന്നവൻ താനാണെന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് അവിടുന്ന് പറയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച് സകല സ്വാതന്ത്ര്യവും അധികാരവും ദൈവമക്കളുടെ സ്ഥാനവും നൽകി ഏദനിലെ പർദീസായിലാക്കിയ ആദിമാതാപിതാക്കൾ പിശാചിൻ്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ട് അതെല്ലാം പിശാചിൻ്റെ കാൽ കീഴിൽ വെച്ചു. ആ സർവ്വ അധികാരവും ഈശോ തിരിച്ചു പിടിക്കുകയാണ് തൻ്റെ കുരിശുമരണത്തിലൂടെ. ആ കുരിശുമരണം നടക്കുമ്പോഴാണ് യോഹന്നാൻ 12:31 അന്വർത്ഥമാകുന്നത്: ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുക എന്ന് പറയുന്നത് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നല്ല നാം വിമോചിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യമക്കളെ കുറ്റം വിധിച്ചുകൊണ്ട് മനുഷ്യമക്കൾ പാപിയാണ്, ഇവൻ മരിക്കേണ്ടവനാണ്, അഹങ്കാരിയാണ്, ഇവൻ ക്ഷമിക്കാത്തവനാണ്, ക്ഷമ കൊടുക്കാൻ പറ്റാത്തവനാണ്, ഇങ്ങനെ നിരന്തരം നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് സാത്താൻ പിതാവിൻ്റെ മുമ്പിൽ സദാ ഉണ്ട്. പുസ്തകം 12:10 നാം വായിക്കുന്നുണ്ടല്ലോ: നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു എന്ന്. യേശുവിൻ്റെ മരണം നടന്ന ആ നിമിഷം പഴി പറഞ്ഞിരുന്നവൻ പുറത്താക്കപ്പെട്ടു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് പിതൃസമക്ഷം മധ്യസ്ഥം വഹിച്ചുകൊണ്ട് എല്ലാ കുറ്റാരോപണത്തിനും ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. കുരിശിൽ കിടന്ന് എല്ലാം പൂർത്തിയായി എന്ന് യേശു പറയുന്നുണ്ട്. ആത്മാവിനെ സമർപ്പിച്ച് മരിക്കുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ലോകത്തിൻ്റെയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണം നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നമ്മെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. പാപപരിഹാരമെല്ലാം ചെയ്തു കഴിഞ്ഞു. അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി അവൻ പീഡകളേറ്റു മരിച്ചു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കുരിശുമരണം ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് വേണ്ടി കുരിശിലേറി ക്രിസ്തുവിൻ്റെ രക്തം വിലയായി നൽകി. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ രക്തം വഴി നാം വീണ്ടെടുക്കപ്പെട്ടു. നമ്മുടെ ഉടമസ്ഥാവകാശം ഇനിമേൽ അവനുള്ളതാണ്. അവൻ നമ്മുടെ കർത്താവാണ്. അവിടുന്ന് ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിൽ കയറി മഹത്വീകരിക്കപ്പെട്ട് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി മിശിഹായായി നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായിരിക്കുന്നു. അങ്ങനെ മനുഷ്യാവതാരത്തിലൂടെ യേശു എന്ന പേര് സ്വീകരിച്ച് തൻ്റെ പീഠാസഹന മരണ ഉത്ഥാനത്തിലൂടെ നമ്മുടെ രക്ഷകനായി യേശുക്രിസ്തു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായായി. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ ഭൗതിക നേട്ടങ്ങൾക്കോ നമ്മെ രക്ഷിക്കാനാവില്ല. ദൈവം തന്നെയാണ് യേശുവിലൂടെ രക്ഷയുടെ വഴി തുറന്നത്. ക്രിസ്തു നമ്മെ ദൈവമക്കളുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു കഴിഞ്ഞു. ഈശോ തൻ്റെ ജനനം, ജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം വഴി സ്വർഗത്തിലേക്ക് കരേറി. റോമ 5:8 അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്: എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാനായി പുത്രനെ മരിക്കാനായി വിട്ടുകൊടുത്ത ദൈവസ്നേഹ പദ്ധതിയാണ് ഞാൻ ഓർക്കുന്നത്. അതെത്രമാത്രം മഹത്തരമാണെന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി കുരിശിൽ മരിച്ചു. എന്തുമാത്രം സ്നേഹമാണ് പിതാവായ ദൈവത്തിന് നമ്മോട് എന്തുമാത്രം സ്നേഹമാണ് എന്ന് നാം ഓർത്തോർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. നീതിയില്ലാത്ത എനിക്കും നിങ്ങൾക്കും വേണ്ടി നീതിമാനായ യേശു കുരിശിൽ മരിച്ചു. 2 കൊരിന്തോസ് 5:21 ഇപ്രകാരം പറയുന്നു: അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന്. പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. പാപപരിഹാരം ചെയ്യണം, കാരണം ദൈവം നീതിമാനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പാപപരിഹാരത്തിനും ശിക്ഷയ്ക്കും വേണ്ടി നമ്മെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാതെ തൻ്റെ പുത്രനെ പാപമാക്കി കുരിശുമരണത്തിന് വിട്ടുകൊടുക്കുന്നു. നാം എല്ലാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഈശോ അനുഭവിച്ച പീഡകളും സഹനങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, പീലാത്തോസിൻ്റെ അരമനയിൽ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട് അത് എൻ്റെയും നിങ്ങളുടെയും ജഡികാസക്തികളിൽ നിന്ന് നമ്മെ രക്ഷിച്ചെടുക്കാനാണ്. 1 പത്രോസ് 1:18 പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്: പിതാക്കന്മാരിൽ നിന്നും ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ശാപവും പാപവും പാപത്തിൻ്റെ സ്വാധീനവും എല്ലാം നാം വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, മറിച്ച് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. അതേ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക രക്തം ചിന്തലിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരം സാധ്യമാകുന്നത്. അങ്ങനെ ക്രിസ്തുവിലൂടെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യുന്നു. മിസിയോയുടെ യേശുരക്ഷകൻ എന്ന ക്ലാസ്സുകളിലൂടെയാണ് തികച്ചും എനിക്ക് ഈ ബോധ്യങ്ങളെല്ലാം എൻ്റെ സ്വന്തമായി മാറിയത്. ഗർഭിണിയായ മകൾക്ക് കൊറോണ ബാധിച്ചപ്പോഴും പ്രസവ
സമയത്ത് ഞാൻ നേരിട്ട് കടന്നുപോയ വൈഷമ്യങ്ങളിലുമെല്ലാം യേശുവിൻ്റെ രക്ഷ എൻ്റെ സ്വന്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയും ഉറച്ചു പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം യേശുവിലൂടെ എന്നിലേക്ക് ഒഴുകിയെത്തുന്നതും അനുഭവിക്കാനായതും ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. കൃപയാണ്, അവിടുത്തെ കൃപയാണ് അവനിലൂടെ സൗജന്യമായ നീതീകരണവും രക്ഷയും ലഭിക്കുക എന്നത്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് കോപ്പിയടിക്കുന്ന കുട്ടിയോട് ടീച്ചർ ക്ഷമിക്കുന്നു. തൽക്കാലം അവൻ നല്ലവനെന്ന് അംഗീകരിക്കപ്പെടുന്നു. നീതിയായി പരിഗണിക്കപ്പെടില്ല. പക്ഷേ രണ്ടുപേരും പാപികളാണ്, ടീച്ചറും കോപ്പിയടി നടത്തിയ കുട്ടിയും. എന്നാൽ ഒരു നിഷ്കളങ്ക രക്തത്തിലൂടെ മാത്രമാണ് പാപമോചനം നേടുവാനും കുറ്റവിമുക്തരാകാനും നീതീകരിക്കപ്പെടുവാനും നമുക്ക് സാധിക്കുക. അതാണ് യഥാർത്ഥ നീതീകരണം. എന്നാൽ അങ്ങനെ മരണപാശത്തെ തകർത്ത് ഉത്ഥാനം ചെയ്ത് നീതീകരിച്ച് സകലത്തിൻ്റെ ഉടമസ്ഥനായി കർത്താവായി നമ്മുടെ എല്ലാവരുടെയും അധികാരി ഉടയവൻ ആയി അവൻ മാറുന്നു, കർത്താവായി മാറുന്നു. തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ കയറി മഹത്വീകരിക്കപ്പെട്ട പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമ്മുടെ മിശിഹായായി ക്രിസ്തുവായി നിരന്തരം നമുക്ക് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും നമുക്ക് കൂടി ലഭിക്കുവാൻ അവിടുന്ന് അഭിലഷിക്കുന്നു. യേശുവാണെന്ന് ഏകരക്ഷകനെന്ന് മനസ്സിലാക്കാം. ഈശോയിൽ രക്ഷിക്കപ്പെട്ടവരാണ് നാം എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുക, അല്ലയോ ക്രിസ്ത്യാനി, നിന്റെ സമ്പത്ത് എത്രമാത്രം വലുതെന്ന് നീ തിരിച്ചറിയുക എന്നാണ്. സ്വർഗഭാഗ്യവും നിത്യജീവനും നമുക്ക് നൽകാൻ തക്കവിധം അത്യുന്നതനാണ്, സർവശക്തനാണ്, സർവാധികാരിയാണ്, സർവസമ്പന്നനാണ് അവിടുന്ന്. അവൻ നമ്മുടെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 37:4 തിരുവചനങ്ങൾ നമുക്ക് ഓർക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. രക്ഷയാണ് നമ്മുടെ ആഗ്രഹം, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, നിത്യജീവനാണ് നാം പ്രത്യാശിക്കുന്നത്. ആമേൻ.